and angel measure ചെയ്യുന്നതാണ് ഇറ്റ്സ് ബാറ്ററി ആൻഡ് ഇറ്റ്സ് ഏജ് ഗ്രൂപ്പ് നമുക്ക് 2 to 17 years വരെയുള്ള അവരുടെ എബിലിറ്റീസ് നമുക്ക് നോക്കാവുന്നതാണ്. പ്രീ സ്കൂൾ ലെവലും ഒക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അതിൻ്റെ ഒരു വേറെ വേർഷനാണ് ദാസ് ടോക്കി ബാറ്ററി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ തന്നെ പേരും ആർന്ന് മാത്രമുള്ള ആൻഡ് സ്കൂൾ ലെവലിൽ അവരുടെ പിള്ളേരുടെ അച്ചീവ്മെന്റും എത്രത്തോളം അവർ എബിലിറ്റീസ് ആണ് മെയിൻലി നമ്മൾ വെർബൽ എബിലിറ്റി എത്ര ആണ്, പെർഫോമൻസ് എബിലിറ്റി എത്ര ഉണ്ട് എന്നും മനസ്സിലാക്കാമെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നത്തത് ആൻഡ് ഇസ് ഓൾ ഇസ് ബേസ്ഡ് ഹിസ് എബിലിറ്റി ഓൾസോ ഇസ് ബേസ്ഡ് ഓൺ ദ ഇന്റൻസ് തിയറി. പിന്നത്തെയാണ് കോഗ്നിറ്റീവ് അസസ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ദാസ് നാഗ്രി കോഗ്നിറ്റീവ് സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ വേണ്ടി വായിച്ചാൽ മതി. ഇതൊക്കെ ഓരോരുത്തരും ഓരോ അസസ്മെന്റ്സ് ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. ഏജ് 5 to 70 and this is based on a theory of past എന്ന് പറഞ്ഞു. പ്ലാനിങ്, അറ്റൻഷൻ, സൈമൾട്ടേനിയസ് ആ തിയറിയിൽ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ അസസ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എത്രയാണ് അതിനെ പറ്റിയിട്ട് പറയുന്നുള്ളൂ. പിന്നത്തെ നമ്മുടെ അപ്പോൾ ഇന്ത്യൻ സ്കെയിൽ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സ്കെയിൽ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേമസ് type of Indian scale is Western Indian scales, modified forms of Western Indian scale, Stanford Binet, അതേപോലെ തന്നെ കോഫ്മാൻ, വുഡ്കോക്ക്. അപ്പോൾ ഇവരൊക്കെ ഓരോ വേർഷൻസ് ഇതെല്ലാം തിയറി ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഒന്നുകിൽ വെസ്റ്റേൺ തിയറി ബേസ് ചെയ്തിട്ടായിരിക്കാം, ജർമ്മൻ തിയറി ബേസ് ചെയ്തിട്ടായിരിക്കാം, ഈ പറഞ്ഞ ബിനെറ്റിന്റെ തിയറി ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പറഞ്ഞ സ്കെയിൽസ് മൊത്തം ഉണ്ടാക്കിയത്. ഇപ്പോൾ സ്കെയിൽസ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞ എസൻസ് ഉണ്ടാക്കുമ്പോൾ തിയറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഈ പറഞ്ഞ ബാറ്ററീസ് ആണെങ്കിലും സ്കെയിൽസ് ആണെങ്കിലും ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വേറൊരു കോൺസെപ്റ്റ് ആണ് മെഷർമെന്റ് ഓഫ് കോൺസെപ്ച്വൽ തിങ്കിങ്. ദാറ്റ് ഈസ് ജസ്റ്റിന്റെ ബേസ് തന്നെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, ഒരു സംഗതിയെ കുറിച്ചിട്ട് എത്രത്തോളം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് തിയറി ഓഫ് വർക്ക് എന്ന് പറയുന്നത് ന്യൂറോളജിസ്റ്റ് ഹെൻറി ഹെഡിന്റെയും ഹഗ്ലിൻ ജാക്സൺ എന്ന ഒരാളാണ് ഈ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇത് അസസ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാക്ട് കോൺസെപ്റ്റ് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അത് അസസ് ചെയ്യാവുന്ന രൂപത്തിൽ കൊണ്ടുവന്നത് വെറുതെ രണ്ടുപേരും കൂടിയാണ്. പിന്നെ അതിന്റെ ആക്ച്വലി ഇൻഫ്ലുവൻസ് ഫ്രം ദി വർക്ക് ഓഫ് കേർട്ട് ഗോൾസ്റ്റീൻ ആൻഡ് മാർട്ടിൻ ഷിറർ എന്ന് പറഞ്ഞിട്ട് ആളുടെ നിന്നാണ് അവർക്ക് ഇൻഫ്ലുവൻസ്ഡ് വന്നിട്ടുള്ളത്. അതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ എക്സ്ട്രാക്ട് എബിലിറ്റി ഉള്ള ഒരാളുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ദാറ്റ് ഈസ് detached our ego from the outer world or from inner experiences, okay, and they exhibit a mental set. Yeah, they have a mental set and they act to one set, verbalize second. അപ്പോൾ അങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സ് ഇവർക്കുണ്ടാവും. ഓക്കെ, എക്സ്ട്രാക്ട് എബിലിറ്റി ഉള്ളവർക്ക് മിക്കപ്പോഴും മറ്റൊരു ആൾക്കാരെ കാണുന്നതിൻ്റെ അകത്തുനിന്നും അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിൻ്റെ അകത്തുനിന്നൊക്കെ അവരുടെ കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഉണ്ടാകുമെന്നാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നത്തത് അവർക്ക് അവരായിട്ട് തന്നെ എന്തുണ്ടാവോ ഒന്നെങ്കിൽ ഒരു ഹൈറാർക്കി അവർ ഫോം ചെയ്യും. ആൻസർ റിഫ്ലക്ട് അവരെ ഒരു കോൺസെപ്റ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് അവരുടെ ഐഡിയ ഫോം ചെയ്തിട്ട് അത് മെയിൻ ചെയ്യാനൊക്കെ പോകും. അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകതകളാണ്. അതാണ് ക്യാരക്ടേഴ്സ് ഓഫ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രാക്ട് എബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ക്യാരക്ടേഴ്സ് ഓഫ് ടെസ്റ്റ് ഓഫ് എക്സ്ട്രാക്ഷൻസ് ആണ്. നമ്മൾ ഒരു ടെസ്റ്റ് എക്സ്ട്രാക്ട് എബിലിറ്റി ഉണ്ടോ നോക്കാനായിട്ടുള്ള ടെസ്റ്റുകൾ നോക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്നുള്ളതാണ് ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ സോൾവ് എ പ്രോബ്ലം. അതായത് ബേസ്ഡ് ഓൺ ദ എക്സ്ട്രാക്ഷൻ എബിലിറ്റി നമുക്ക് ഒരു ടാസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസ് തരും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം തരും. ആ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് ഐറ്റംസ് വെച്ചിട്ടെല്ലാം പ്രോബ്ലംസ് ഉണ്ടാവുക, അല്ലാതെ കാണാൻ പറ്റാത്ത രീതിയിൽ ഊഹിച്ചിട്ടായിരിക്കും ആ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് റൂൾസ് നമ്മുടെ ഉണ്ടാകും. നമ്മുടെ എക്സ്പീരിയൻസ് ആയിരിക്കും മെയിൻ റൂൾസ് എന്ന് പറയുന്നത്. ആ റൂൾ ബേസ് ചെയ്ത് സംഗതി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതിന് പഠിച്ച സംഗതി, അതിന് ഒബ്സർവേഷൻ നമുക്ക് പഠിച്ച സംഗതികൾ അതൊക്കെ. അപ്പൊ നമ്മുടെ മെമ്മറി സൈഡ്, അതേപോലെ നമ്മുടെ പ്രിസൈസ് നോളജ്, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞ എക്സ്ട്രാക്ട് എബിലിറ്റീസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നതും സോൾവ് ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ അതിലെ ഒരു ടെസ്റ്റ് ആണ് കോൺസെപ്റ്റ് തിങ്കിങ് മനസ്സിലാക്കാവുന്നത്. ഇതൊക്കെ കോൺസെപ്റ്റ് തിങ്കിങ് നമ്മൾ ലിവിങ് ടെസ്റ്റ് നോക്കുന്നുണ്ട്, എബിലിറ്റി സ്കെയിൽസിലൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ കോൺസെപ്റ്റ് സ്കെയിലും നോക്കുന്നതാണ് എൻലോഗ് ഫോർവേഡ് ടെസ്റ്റ് നോക്കുന്നത്. പ്രോബ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ് പറയും, ഇപ്പൊ കാണുന്നതെല്ലാം കാണുന്ന പൊന്നല്ല എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ആ മെയിൻ കോൺസെപ്റ്റ് എന്താണ് എന്നാണ് നമ്മൾ അതിന് അവരെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊക്കെ അത് അവരൊരു എക്സ്ട്രാക്ട് ഫോമില കൊടുക്കുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് ഫോമില കൊടുക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് അകത്തുനിന്ന് അവർ മനസ്സിലാക്കി എടുക്കുന്ന കോൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് അതൊരു പേരാണ്, എല്ലാം പ്രോബ് ടെസ്റ്റിന്റെ പേരാണ്. അത് പ്രോബ് ടെസ്റ്റ് നമുക്ക് അവരെ എക്സ്ട്രാക്ട് എബിലിറ്റി മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതുപോലെ റേവ് പ്രോഗ്രസീവ് മെട്രിക്സിനകത്ത് അവരെ എക്സ്ട്രാക്ട് എബിലിറ്റി മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതുപോലെ വെസ്റ്റേൺ ഇന്ത്യൻ സ്കെയിലിലെ പെർഫോമൻസ് സ്കെയിൽസ് നോക്കിയാൽ നമുക്ക് അവരെ എക്സ്ട്രാക്ട് എബിലിറ്റി മനസ്സിലാക്കി എടുക്കാൻ പറ്റും.
മെഷർമെന്റ്സ് ഓഫ് കോൺസെപ്റ്റ് തിങ്കിങ് ആണ് നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ഓക്കെ, അതേപോലെ കുറെ ഉണ്ട് പെർഫോമൻസ് ടെസ്റ്റ് മനസ്സിലാക്കാനായിട്ട്. സോർട്ടിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കളർ സോർട്ടിംഗ് ടെസ്റ്റ് നമുക്ക് ഇത് വഴിയോ പറയുള്ളൂ ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ്. അതാണ് നമ്മൾ കളർ സോർട്ടിംഗ് ടെസ്റ്റ്. ഇപ്പൊ പഴയ ഫോമാണ് ഈ സോർട്ടിംഗ് ടെസ്റ്റിന്. ആദ്യം ഈ സോർട്ടിംഗ് ടെസ്റ്റിന് പേര് വിക്കി ടൈപ്പ് സോർട്ടിംഗ് ടെസ്റ്റ് എന്നായിരുന്നു. ഫ്രീ സോർട്ടിംഗ് ടൈപ്പ് ആയിരുന്നു. ഫ്രീ സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സോർട്ടിംഗ് എന്തെങ്കിലും ഒന്ന് ബേസ്ഡ് ആയിരിക്കും. ഈ കളർ ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഷേപ്പ് ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് നമ്പർ ബേസ്ഡ് ആയിരിക്കും ഓരോന്നും സോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിന്റെ അകത്ത് ഇതിൽ ഫ്രീ സോർട്ടിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കോൺസെപ്റ്റ് ഒന്നുമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ മാത്രമേ. ഫസ്റ്റ് ഇതിനകത്ത് ഫ്രീ സോർട്ടിംഗ് പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. ഫ്രീ ആയിട്ട് സോർട്ട് ഇറ്റ് ഔട്ട് എന്ന് മാത്രമേ ഉള്ളൂ. മിക്കപ്പോഴും മിക്കപ്പോഴും നമ്മുടെ കറണ്ട് വേർഷൻസ് സോർട്ടിങ്സ് ഒക്കെ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും. എന്നിട്ട് അവരെല്ലാം ആ കോൺസെപ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ടെസ്റ്റിൻ്റെ അത് ഇവരെ ഫോം മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഗോൾഡ്സ്റ്റീൻ ഷിർഫ് എന്ന് പറഞ്ഞ ഒരാളുടെ ടെസ്റ്റാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ദി കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് കപ്പാസിറ്റി. കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ഒരേ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ രീതിയിലും കൂടി ചിന്തിക്കാം. അപ്പോൾ നമ്മൾ തീപ്പെട്ടി എപ്പോഴെങ്കിലും തീപ്പെട്ടി കൊള്ളിയാണെങ്കിലും തീപ്പെട്ടി ആണെങ്കിലും നമ്മളിപ്പം കത്തിക്കാൻ മാത്രം വേണ്ടി. ഫോർ എക്സാമ്പിൾ അതാണ് നമ്മളൊരു ഫിക്സഡ്നെസ് പറയും, ഫംഗ്ഷൻ ഫിക്സഡ്നെസ് പറയും. നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു സെറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഐഡിയ ഇരിക്കുന്നത്. തീപ്പെട്ടി കൊള്ളി അല്ലെങ്കിൽ തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി യൂസിങ് ഫോർ ബേണിംഗ് ടൈപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് പകരം അതൊരു സ്റ്റാൻഡ് ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഡിഫറെന്റ് തിങ്. അതാണ് ആ ഒരു ഫംഗ്ഷൻ അത് ചെറിയൊരു മാറ്റം വരിക എന്നുള്ളത്. ഫംഗ്ഷൻ ഫിക്സഡ് എന്ന് പറയുന്നത് കത്തിക്കാന്ന് മാത്രമാണ്. പക്ഷെ ഫംഗ്ഷൻ ഫിക്സഡ്നെസ് ചെറിയൊരു മാറ്റം വരുന്നതാണ്. ഫ്ലെക്സിബിലിറ്റി ഇതിവർ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കാം എന്ന രീതിയിൽ. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് കൂടുതലും കൊടുക്കുന്നുണ്ടാവും. ഇതിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞ സോർട്ടിംഗ് ടെസ്റ്റിൽ അറിയുന്നത് ആക്ച്വലി യു ജസ്റ്റ് വോണ്ട് ടു സോർട്ട് ഇറ്റ് ഔട്ട് ബേസ്ഡ് ഓൺ ഈച്ച് കോൺസെപ്റ്റ്. അത് നമ്മുടെ ക്ലയന്റ് കൊടുക്കും. ഇപ്പൊ കളർ സോർട്ടിംഗ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ കളർ ബേസിലായിരിക്കും നമ്മൾ സോർട്ട് ചെയ്യുന്നുണ്ടാവും. കളർ കാർഡ് ആയിരിക്കും, കളർ ബേസിലായിരിക്കും സോർട്ട് ചെയ്യുന്നുണ്ടാവുക. എപ്പോഴും സോർട്ടിംഗ് ആണെങ്കിൽ ഷേപ്പ് ഉണ്ടാവും, ഷേപ്പ് വിത്ത് കളർ ആയിരിക്കും വരുന്നുണ്ടാവുക. അവരുടെ ഫ്ലെക്സിബിലിറ്റി എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കും. ഇതിലാണെങ്കിൽ കളർ സോർട്ടിംഗ് ടെസ്റ്റിലാണെങ്കിൽ കുറെ കളേഴ്സ് ഡിഫറെന്റ് ഷെയ്ഡ്സ് ലൈക്ക് ഹ്യൂ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് ഹ്യൂ ആൻഡ് ബ്രൈറ്റ്നസ് വെച്ചിട്ടാണ്. ഹ്യൂ എന്ന് പറയുന്നത് മെയിൻ കളർ എന്താണ്, അല്ലെ ഷെയ്ഡ്സ് ഓഫ് കളേഴ്സിന് ഹ്യൂ എന്ന് പറയുന്നത്. ബ്രൈറ്റ്നസ് നമുക്ക് ആസ് എ ഡാർക്ക് ഷെയ്ഡ് ലൈറ്റ് കളർ എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ്. ബ്രൈറ്റ് കൂളാണ്, ഡള്ളാണ്, ഡാർക്ക് ആണ് ബ്രൈറ്റ്നസ്. ഹ്യൂ ആക്ച്വലി മെൻ ഫോർ ഷെയ്ഡ്സ് ആണ്. അപ്പൊ ഈ ഷെയ്ഡിന്റെ അകത്തുനിന്ന് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്തിന്റെ ബേസിലാണ് സോർട്ടിങ് നടക്കുന്നത്? ഇപ്പൊ കളർ സോർട്ടിംഗ് ടെസ്റ്റ് ഷെയ്ഡ്സിന്റെ ബേസിലാണ് സോർട്ടിങ് നടക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഇപ്പോൾ ടെസ്റ്റ് ക്ലയന്റ് പറയാൻ നമ്മള് കുറച്ച് കളേഴ്സ് കൊടുക്കും. അത് ഇതിനകത്താണ് ഈ വൂളാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് വൂളാണ് കൊടുത്തിട്ടുള്ളത്. ആ വൂൾസ് നമ്മൾ 3 സ്കീൻസ് അറ്റ് എ ടൈം കൊടുക്കുന്നുണ്ട്. 3 ത്രെഡ്സ് കൊടുക്കും. സ്കീൻ ത്രെഡിനെയാണ് സ്കീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ടൈപ്പ് കൊടുക്കുന്നത്. 3 ടൈപ്പ് ഓഫ് വൂൾസ് പറഞ്ഞാൽ ഡിഫറെന്റ് ഷെയ്ഡ്സിന്റെ വൂൾസ് ആണ്. അത് പല രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഒരു ഓർഡറിനോട് വെച്ചിട്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റിന്റെ ഷെയ്ഡ്സ് എങ്ങനെയാണോ നമ്മൾ വെക്കുന്നത്. അപ്പൊ നമ്മുടെ എക്സാമിനർ ആണെങ്കിൽ എക്സാമ്പിൾ രീതിയിൽ വെച്ചിട്ടുണ്ടാകും. അതിന്റെ അകത്ത് നിന്ന് എവിടെയാണ് ഹ്യൂ കൂടുതൽ, എവിടെയാണ് കൂടുതൽ ബ്രൈറ്റ്നസ് ഉള്ളത്, അത് എന്തിന്റെ ബേസിലാണ് സോർട്ട് ചെയ്തിട്ട് എന്നായിരിക്കും അവർക്ക് ചോദിക്കുന്നുണ്ടാവുക. നമ്മുടെ ക്ലയൻസ് ചോദിക്കുന്നുണ്ടാവും എന്തിന്റെ ബേസിലാണ് ഈ ഹ്യൂ നമ്മൾ സോർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അത് അവരത് മനസ്സിലാക്കിയിട്ട് ഓക്കെ അപ്പം സെൻട്രൽ പാർട്ട് ഷെയ്ഡ്സ് കുറവാണെങ്കിൽ ഓക്കെ ഷെയ്ഡ് ഇസ് ബേസ്ഡ് ഓൺ ദിസ് എന്ന് പറഞ്ഞിട്ട് നമ്മളാണ് സോൾവ് ചെയ്യുന്നുണ്ടാവും. സോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആയിട്ടായിരിക്കും 3 സെറ്റ് ഉണ്ടാകും. ആ 3 സെറ്റിന്റെ കൂടെ ഈ 3 സെറ്റിന് പല ഷെയ്ഡ്സിന്റെ ആയിരിക്കും അതിൽ ഓർഡറിൽ വെച്ചിട്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ട് വെക്കുന്നുണ്ടാവുക. റൈറ്റ് സൈഡാണ് കൂടുതൽ ബ്രൈറ്റ്നസ് ഉള്ളത്, ലെഫ്റ്റ് സൈഡാണ് കൂടുതൽ ബ്രൈറ്റ്നസ് ഉള്ളത്, സെന്റർ ഫിഗർ ഏതാണുള്ളത് അത് മനസ്സിലാക്കി നമ്മൾ സോർട്ട് ചെയ്തിട്ടുണ്ടാവുക. എക്സാമ്പിൾസ് രീതിയിൽ വെച്ചിട്ടുണ്ടാകും. ആ വെച്ച് തന്നെ നമ്മുടെ പറഞ്ഞ ക്ലയന്റിന് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതായിരിക്കും ഇതിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ അതിന്റെ എബ്സ്ട്രാക്ട് ഫോം മുഴുവൻ മനസ്സിലാക്കി, അതിന്റെ കാറ്റഗറൈസേഷൻസ് ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അതിന്റെ ബേസിലാണ്. ഓക്കെ, ചിലപ്പോൾ ഇത് ആക്ച്വലി കുറച്ചുകൂടി ബുദ്ധിമുട്ടിലാണ് ഈ കളർ സോർട്ടിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതേപോലെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ വേറെ ഉപയോഗിക്കുന്നത് കാറ്റഗറൈസിംഗ് ബേസ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ആക്ച്വലി കാറ്റഗറൈസേഷൻ സൈഡ് നമ്മൾ കോൺസെപ്റ്റിനെ ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും കാറ്റഗറി ബേസ് ചെയ്ത് അല്ലെങ്കിൽ സോർട്ടിംഗ് ബേസ് ചെയ്താണ് നമ്മൾ ഒരാളുടെ കോൺസെപ്റ്റ് ഉണ്ടോ ഇല്ലയോ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പൊ അതേപോലെ ഒരു വേറൊരു ടെസ്റ്റ്, ഇപ്പോൾ കളർ സോർട്ടിംഗിന്റെ പോലെ വേറൊരു ടെസ്റ്റാണ് ഹാൻസൺ കാറ്റഗറി ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഇതേപോലെ തന്നെ
ഒരു മെഷീൻ സംതിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ 4 ഡിസൈൻസ് കൊടുക്കുന്നത്, അതായത് സ്ക്വയർ, സർക്കിൾ, ട്രയാങ്കിൾ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ എന്ന് 4 ഷേപ്സ് കൊടുത്തിട്ടുണ്ടാവും. ആ 4 ഷേപ്സ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള കീസ് ഉണ്ടാകും. അപ്പൊ അവിടെ കാണുന്ന ഏത് ഷേപ്പാണ് നമ്മൾ ആ സ്ക്രീനിൽ കാണുന്നത് അതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ കീ അമർത്തണം. ആ കീ അമർത്തിയ കറക്റ്റ് റെസ്പോൺസ് ആണ് നമ്മുടെ എക്സാമിനർ ഓക്കെ കറക്റ്റ് പറയും. ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ കോൺസെപ്റ്റ് എല്ലാ സോർട്ടിങ് നടന്നിട്ടുള്ളത് ഷേപ്പ് ബേസ്ഡ് ആവില്ല, വേറെ എന്തെങ്കിലും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ സോർട്ടിങ് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ സോർട്ടിങ് നടന്നതിന്റെ ഏത് ബേസിലാണ് സോർട്ടിങ് നടന്നതെന്നുള്ളത് നമ്മുടെ ക്ലയന്റ് കണ്ടുപിടിക്കണം. കാണുമ്പോൾ സുഖമാണ്, നമുക്ക് 4 കോൺസെപ്റ്റ്സ് ഉണ്ട്, 4 ഷേപ്സ് ഉണ്ട്. ആ ഷേപ്പിനെ സീക്വൻസ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള കീസ് ഉണ്ട്, അത് നോക്കി അമർത്തിയാൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷെ ഓരോ സീൻസ് കാണിക്കുക, ഓരോ പിക്ചേഴ്സ് കാണിക്കുമ്പോൾ ആ പിക്ചർ എന്തിന്റെ ബേസിലാണ് സോർട്ട് ചെയ്തേക്കുന്നത്, സെറ്റായിട്ട് കാണിക്കുമ്പോൾ ആ സെറ്റ് എന്തിന്റെ ബേസിലാണ് സോർട്ട് ചെയ്തിട്ട് നമ്മൾ ഊഹിച്ച് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഊഹിക്കാന്ന് വെച്ചാൽ അബ്സ്ട്രാക്ട് എബിലിറ്റി, ഇമാജിനേഷൻ അല്ല ഊഹിക്കാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ അബ്സ്ട്രാക്ട് എബിലിറ്റി. അപ്പൊ നമ്മൾ വെച്ചിരുന്ന ഫെമിലാരിറ്റി ബേസിലായിരിക്കും, ചിലപ്പോൾ കൗണ്ടിങ് ബേസിലായിരിക്കും വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഐഡന്റിഫിക്കേഷൻ ലേണിംഗ് ആയിട്ട് എന്തെങ്കിലും കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും. ഓരോ കോൺസെപ്റ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറൈസേഷൻ നടത്തുന്നത്. ഇതിനകത്ത് സ്കോർസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എറേഴ്സ്, എത്ര തെറ്റ്, പക്ഷെ എത്രോളം തെറ്റ് വരുത്തി, ഇപ്പോൾ എത്രോളം കുറവ് തെറ്റ് വരുന്നു അതാണ് ഏറ്റവും അവരുടെ തെറ്റ് കൂടുന്നു പറയുന്നത്. തെറ്റ് കൂടുന്നതോറും അതിനർത്ഥം എൻ്റെ ആ ഐഡിയ അവർക്ക് മനസ്സിലായിട്ട് ആ കോൺസെപ്റ്റ് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ വേറൊരു സോർട്ടിങ്, ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് വിസ്കോസിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്, വിസ്കോസിൻ കാർഡ് സോർട്ടിങ് ടെസ്റ്റ്. ഇത് ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ സ്ക്രീനിന്റെ അകത്തായിരുന്നു മറ്റേത് നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഷേപ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി കാർഡ്സ് ആയിരുന്നു. ഓരോ 4 കാർഡ് ഉണ്ടാവും. ആ 4 കാർഡിൻ്റെ അകത്ത് ഡിഫറെന്റ് ഷേപ്സ് ഉള്ള കാർഡിനല്ല ഷേപ്പ് ഉണ്ടാകും, കാർഡിനകത്ത് പിക്ചേഴ്സ് ഷേപ്സ് ഉണ്ടാകും. ഒന്നെങ്കിൽ ഈ പറഞ്ഞ 4 ഷേപ്സ് ആയിട്ട് സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ ആൻഡ് റെക്ടാങ്കിൾ, അതിന് ഷേപ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ 3 ഷേപ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, 4 കാർഡ്സ് ഉണ്ടാകും. ആ കാർഡ്സിലും കളേർഡ് കാർഡ് ആയിരിക്കും. കളേർഡ് കാർഡ് ഈ ഷേപ്സിന്റെ അകത്ത് കളർ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ആ കളർ ചെയ്ത ഷേപ്സ് ഒരു കാർഡിൽ 3 ആണെങ്കിൽ മറ്റേ കാർഡിൽ 2 ആയിരിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് ബേസിക് എന്ന് പറയുന്നത് ഒന്നുകിൽ കളർ ബേസ് ആയിരിക്കും സോർട്ട് ചെയ്യുന്നുണ്ടാവുക. കളർ കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കളറ് ഷേപ്പിന്റെ അകത്തുള്ള കളർ വെച്ചിട്ട് സോർട്ട് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്പർ ഓഫ് ഷേപ്സ് ഒരു കാർഡിലുണ്ട്, അതിന്റെ ബേസ് ആയിട്ട് സോർട്ട് ചെയ്യുന്നുണ്ടാകും. ചിലപ്പോൾ നമ്മള് ഫോമിന്റെ ബേസ് ആയിട്ട്, ചിലപ്പോൾ ആ ഷേപ്സ് ഇപ്പൊ അതിന്റെ അകത്ത് സ്ക്വയർ മാത്രമുള്ള കാർഡ്സ് ആണെങ്കിൽ ആ സ്ക്വയർ ബേസിൽ മാത്രമായിട്ട് സോർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതിൽ 4 കാർഡേ അവർക്ക് കാണിച്ചു കൊടുക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ 128 കാർഡ്സ് നമ്മുടെ ഉണ്ടാകും. ആ 128 കാർഡ്സ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് സോർട്ട് ചെയ്യുന്നത് നോക്കുന്നുണ്ടാവുക. ഇത് ഒരുമിച്ചുള്ള ചെയ്ത് ഒരു സെറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ അകത്തും നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് എറേഴ്സ് ആണ് നോക്കുന്നത്. അതേപോലെ ഫ്ലെക്സിബിലിറ്റിയിൽ വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അതുപോലെ റിപ്പറ്റീഷൻ എത്ര. അപ്പൊ ഫസ്റ്റ് സെറ്റ് 4 കാർഡ്സ് വെച്ച് കൊടുത്തു. ആ 4 കാർഡ്സ് വെച്ച് ഇരിക്കുന്നത് ഏത് കോൺസെപ്റ്റിനാണ് നമ്മുടെ ക്ലയന്റ് മനസ്സിലാക്കുവാണെങ്കിൽ അതനുസരിച്ച് അവർ വേറെ കാർഡ് വെക്കുന്നുണ്ട്. അവർ രീതിക്ക് വെച്ച് പോവുക ചെയ്യുക. അത് വെച്ച് പോകുമ്പോൾ അത് അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ കാർഡ് നമ്മൾ വെക്കുന്ന 4 കാർഡ് നമ്മൾ റെപ്രസെന്റ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അതേപോലത്തെ ആ കാർഡ് വെച്ചിരിക്കുന്ന നമ്പർ സീക്വൻസിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അത് നമ്മുടെ ക്ലയന്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ അതേപോലത്തെ കാർഡായിരിക്കും ക്ലയന്റ് ഇത് വെക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു ആ ഒരു സമയം അപ്പോൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി എന്നുള്ളത് നമ്മുടെ എക്സാമിനറിന് മനസ്സിലാകും. അതിനനുസരിച്ച് റെസ്പോൺസ് കൊടുക്കും, കറക്റ്റ് റെസ്പോൺസ് കൊടുക്കും. അങ്ങനെയായിരിക്കും നമ്മുടെ സോർട്ടിങ് വരുന്നത്. അപ്പോൾ അതില് ഇപ്പൊ നമ്മളൊരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് രണ്ടാമത്തെ കോൺസെപ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല, സെയിം കോൺസെപ്റ്റ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ആ കാർഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ എക്സാമിന് അതിന്റെ ബേസിൽ തന്നെയാണ് ആ കാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പെർസിവേഷൻ എറേഴ്സ് എന്ന് പറയും. വെച്ചാൽ ഒരേ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പിന്നീട് നമ്മള് എക്സാമിനർ കാർഡ് 4 കാർഡ് വെച്ചു. അത് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന ഷേപ്പിന്റെ കോൺസെപ്റ്റിലാണ് നമ്മൾ സോർട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് നമ്മൾ കൊടുത്തത് നമ്പർ സോർട്ടിംഗ് ആണ്, നമ്പർ ബേസിലാണ് സോർട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തുന്നുള്ള ഒരു മനസ്സിലാക്കലിലാണ് നമ്മൾ എക്സാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലയന്റിന് അത് മനസ്സിലായിട്ടില്ല. ക്ലയന്റ് ഇപ്പോഴും നേരത്തെ ഏത് കോൺസെപ്റ്റ് ആണോ എക്സാമ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നത് ആ കോൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പെർസിവേഷൻ എറേഴ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ എറേഴ്സ് എന്ന് പറഞ്ഞത് നമ്മൾ എത്രത്തോളം ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കാൻ നമ്മൾ എറേഴ്സ് എടുക്കുന്നതാണ് ടോട്ടൽ എറേഴ്സ്. ഇതും കൂടി കാറ്റഗറി പെർസിവേഷൻ എറേഴ്സും കൊടുക്കും, ടോട്ടൽ എറേഴ്സും കൊടുക്കും. ഓക്കെ, അപ്പൊ അതാണ് സോർട്ടിങ് ബേസ്ഡ് ഓൺ ഈച്ച് കോൺസെപ്റ്റ്. അപ്പൊ ഈച്ച് കോൺസെപ്റ്റ് നമ്മുടെ ക്ലയന്റിന് മനസ്സിലായോ ഇല്ലയോ എന്ന് എക്സാമ്പിൾ മനസ്സിലാക്കണമെങ്കിൽ ആ കാർഡിന് മീതെ സെയിം കാർഡ് വെക്കുമ്പോൾ നമ്മുടെ എക്സാമ്പിൾ മനസ്സിലാക്കും ആ ക്ലയന്റിന് ആ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ട്, അതിൽ റെസ്പോണ്ട് ചെയ്യും, കറക്റ്റ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, കളി നിർത്തുക ചെയ്യുക. അസസ്മെന്റ് നിർത്തുക ചെയ്യും. നമ്മൾ പിള്ളേർക്ക് കൊടുക്കും ചെയ്യാനായിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് വിസ്കോസിൻ കാർഡ് സോർട്ടിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കോൺസെപ്റ്റ് ഫോം ഇല്ലാത്ത ആൾക്കാർക്ക്, ഡിസബിലിറ്റി ഉള്ളവർക്കും നമുക്ക് ഈ പറഞ്ഞ
കാർഡ് വെച്ചിട്ട് അവരുടെ എബിലിറ്റി കൂട്ടിയെടുക്കാം, അവരുടെ എക്സാക്ട് എബിലിറ്റി കൂട്ടിയെടുക്കാൻ പറ്റും. അതേപോലത്തെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് വൈഗോട്സ്കി സ്കെയിലിന്റെ ഉപയോഗിച്ചിട്ട്. വൈഗോട്സ്കി കോൺസെപ്റ്റ് ആണ് തിയറിസ്റ്റ് ആണ്. അതും ആള് ക്രിയേറ്റിവിറ്റി എക്സാക്ട് എബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ആൾ ഇതേപോലെ ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ മെയിൻലി സോർട്ടിംഗ് പോലെ തന്നെ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ കൂടുതൽ കോൺസെപ്റ്റ് എത്ര ഫോം ചെയ്യാൻ പറ്റുന്നു, കോൺസെപ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതൊക്കെയാണ് ആ വൈഗോട്സ്കി ഹാഫ്മാൻ കാസഡിൻ കോൺസെപ്റ്റ് ഫോർമേഷൻ ടെസ്റ്റ് നോക്കുന്നത് കേട്ടോ. പക്ഷെ കൂടുതലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസ്കോസിംഗ് കാർഡ് സോർട്ടിംഗ് ടാസ്ക് ആണ്. അത് വേഗം തീരുവോ ടെസ്റ്റ് ചെയ്ത് കഴിയുവാണെങ്കിൽ കേട്ടോ. അങ്ങനെ പിന്നത്തെ ഒന്നുള്ളത് 21 ക്വസ്റ്റ്യൻ ടാസ്ക്. ഓക്കെ, ഇത് അത്ര ഫെമിലർ അല്ല എനിക്ക്. 21 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിൽ നോക്കുന്നുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്മുടെ ക്ലയന്റിന് ആ ക്വസ്റ്റ്യൻ എന്ത് ഉദ്ദേശം വെച്ചിട്ടാ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് ചോദിക്കുന്നത് മനസ്സിലാക്കണം. അതനുസരിച്ച് വേണം ഉത്തരം കൊടുക്കാനായിട്ട്. അപ്പൊ അതിന് ഉത്തരം കൊടുക്കുന്നതനുസരിച്ചുള്ള കൊടുക്കുന്നില്ലെങ്കിൽ അതിന് എക്സാമിനറിന് നോ എന്ന് പറയാം, ഇല്ലെങ്കിൽ യെസ് എന്ന് പറയാം. ഓക്കെ, എപ്പോഴൊക്കെയും ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾവേസ് ഫ്രം ജനറലൈസേഷൻ ടു ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. ജനറൽ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മുടെ എക്സാം പറയുന്നുണ്ടാവുക. ആൻഡ് ക്ലയന്റ് എപ്പോഴൊക്കെയും അതൊരു ക്ലാസിഫൈ ബേസിൽ വേണം ഉത്തരങ്ങൾ പറയാനായിട്ട്, ഒരു ഗ്രൂപ്പ് ഫോം വേണം പറയാനായിട്ട്. അതാണ് ഇതിന്റെ മെയിൻ ചുരുക്കം. ഓക്കെ, പിന്നുള്ളത് ഈ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും, ദാറ്റ് ഈസ് അസസ്മെന്റ് ടെസ്റ്റ്, എബിലിറ്റി ടെസ്റ്റ്, കോൺസെപ്റ്റ് ഫോം മനസ്സിലാക്കാനായിട്ടുള്ള ടെസ്റ്റുകൾ, അതേപോലെ തന്നെ സോർട്ട് ചെയ്ത കോൺസെപ്റ്റ് ഫോർമേഷൻ്റെ അകത്ത് വരുന്ന ടെസ്റ്റുകൾ, ഇതെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു ഈ കാർഡ് സോർട്ടിംഗ് ടെസ്റ്റ് ആണെങ്കിലൊക്കെ നമ്മൾ സാധാരണ പിള്ളേർക്ക് കൊടുക്കാറുണ്ട് ചെയ്യാനായിട്ട്. ആസ് മീ ഇൻ ദ പ്രൊഫഷൻ ആൻഡ് യൂസിങ് ദിസ് ടെസ്റ്റ്, കൂടുതലും അവർക്ക് ആ കോൺസെപ്റ്റ് ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോൺസെപ്റ്റ് നമുക്ക് ഇങ്ങനെ തുടങ്ങാം, കോൺസെപ്റ്റ് ഇങ്ങനെ ഫോം ചെയ്യാം. അതൊക്കെ ഫസ്റ്റ് നമുക്ക് തെറാപ്പി ബേസിൽ നമുക്ക് കൊടുക്കാറുള്ളത്. പക്ഷെ ഈ ടെസ്റ്റ് ഡിസേബിൾ ആയ പിള്ളേർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർ മെന്റലി ഡിസേബിൾ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വേഗം കിട്ടില്ല. നമുക്ക് മനസ്സിലാക്കി അവർക്ക് എബിലിറ്റി പോറാണ്, അല്ലെങ്കിൽ അവർ ഇന്ത്യൻ ടെസ്റ്റ് കൊടുക്കുമ്പോൾ ഇന്ത്യൻസ് ലെവൽ കുറവാന്നൊക്കെ പറഞ്ഞാൽ ഇത് നമുക്ക് ഈ പറഞ്ഞ ടെസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ ഇന്ത്യൻസ് ലെവൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും, അവരുടെ എക്സാക്ട് എബിലിറ്റി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും, അവർ എത്രോളം എബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത്, അത് എത്രോളം കുറവുണ്ട് നമുക്ക് ഈ പറഞ്ഞ ഡെഫിസിറ്റ്സും പോസിറ്റീവ്സും. ഓക്കെ, അത് നമുക്ക് ഈ പറഞ്ഞ ടെസ്റ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതാണ് അതിന്റെ അപ്ലിക്കേഷൻ ലെവലും ലിമിറ്റേഷൻ ലെവലും എന്ന് പറയുന്നത്. പിന്നെ ക്രോസ് കൾച്ചറൽ കൺസിഡറേഷൻ ആൻഡ് അക്കോമഡേഷൻ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടെസ്റ്റ് മിക്കതും കുറച്ചുകൂടി കൾച്ചർ ഫ്രീ ആണ്. ഒരു കൾച്ചർ ബേസ്ഡല്ല, കാരണം ഇന്ത്യൻ ടെസ്റ്റ് ഒന്നും കൾച്ചർ ബേസ്ഡ് അല്ല, ഉണ്ടാക്കിയത് പുറത്താണെങ്കിൽ ഇപ്പോഴും അവരുടെ ടെസ്റ്റുകൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾ കൾച്ചർ ഫ്രീ ടെസ്റ്റുകളാണ്. ഇതെല്ലാം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന മൊത്തം വെസ്റ്റ്ലേഴ്സ് ആൻഡ് ബിനെറ്റിന്റെ കോൺസെപ്റ്റ് വെച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മുടെ ഉണ്ടാക്കിയിട്ടില്ല, അതൊക്കെ ഫോറിൻ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം ഒരു കൾച്ചർ ഫ്രീ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ഈസി ആയിട്ട് ഉപയോഗിക്കുന്നപ്പോൾ നമുക്ക് ഡിസബിലിറ്റി ഉള്ളവർക്കും കൂടി നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നത്തെയാണ് അപ്പൊ ഇന്ത്യൻസ് ലെവൽ കഴിഞ്ഞു, ഇന്ത്യൻ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെയാണ് മെഷർമെന്റ് ഓഫ് മെമ്മറി ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. മെമ്മറി ആൻഡ് ക്രിയേറ്റിവിറ്റി നമുക്കറിയാം. മെമ്മറി പല ടൈപ്പ്, 3 types മെമ്മറീസ് ആണ്. ആൻഡ് അതിൽ മെയിൻ നമുക്ക് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം. നമ്മൾ പറഞ്ഞ ഈ ഇന്ത്യൻ ടെസ്റ്റിന്റെ അകത്തും നമ്മൾ പറഞ്ഞ മെമ്മറീസ് ഒന്നും നോക്കുന്നുണ്ടാവില്ല. വർക്കിംഗ് മെമ്മറിയാണ് മെയിൻലി നോക്കുന്നത്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസിലൊക്കെ. ഓക്കെ, അപ്പൊ അതില് ഇതിന്റെ അകത്ത് മെയിൻലി ബി സ്കെയിൽസ് എന്ന് പറഞ്ഞ മെയിൻലി അവർ എക്സ്പ്ലിസിറ്റി മെമ്മറി ആൻഡ് ഇംപ്ലിസിറ്റി മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള മെമ്മറീസ് ആണ് നോക്കുന്നത്. എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ്, അത് ആ കോൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്, ആക്ച്വലി ഇംപ്ലിസിറ്റ് വെച്ച് പറയുവാണെങ്കിൽ കുറച്ച് എളുപ്പമാവും. അതായത് കാരണം ഇംപ്ലിസിറ്റ് എപ്പോഴൊക്കെ നമുക്ക് ഉള്ള മെമ്മറി ആയിരിക്കും, അത് നമ്മൾ യൂസ് ചെയ്ത് പോകാൻ മാത്രമേ. എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ട് ഓർത്തിരിക്കണം. ഇംപ്ലിസിറ്റ് ഓൾവേസ് ഇറ്റ് ഇസ് ദേർ ഇൻ അവർ മൈൻഡ്, ഇറ്റ്സ് ഓൾവേസ് ഇൻ അവർ ബ്രെയിൻ. നമുക്ക് അതിന് വലിയ ക്യൂസോ കാര്യങ്ങളൊന്നും വേണം, നമുക്ക് അത് ഓർത്തിട്ട് ഇങ്ങനെ പോവാം. നമ്മൾ സീൻസ് കണ്ടു അല്ലെങ്കിൽ പാട്ട് കേട്ടു, അങ്ങനെ പാടി പോകും. അതിന് പ്രത്യേകിച്ച് നമ്മൾ കോൺഷ്യസ് ആയിട്ട് അതിന് വേർഡ്സ് എന്താണെന്ന് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പ്ലിസിറ്റ് ഓൾവേസ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എന്തെങ്കിലും കോൺസെപ്റ്റ് ചോദിക്കുക, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കോൺസെപ്റ്റ് ചോദിക്കും, പെട്ടെന്ന് നമുക്ക് അത്ര ഫെമിലർ അല്ലാത്തൊരു കോൺസെപ്റ്റ്സ് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് ഓർത്തെടുത്ത് അതെന്തായാലും സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കി വെച്ച് കൊണ്ട് പറയാം. ദാറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ് പുറമേ എന്നുള്ളത്.
Implicit is always inside. Inside ഒരു ഹിന്റ് കിട്ടുമ്പോഴേക്കും എവറിത്തിങ്സ് കം ഔട്ട്. ഓക്കെ, എവറിത്തിങ്സ് കം ഔട്ട്. പെട്ടെന്ന് നമുക്ക് ഡ്രൈവ് എടുക്കാൻ പറ്റും. അതാണ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് ഓൾവേസ് വി നീഡ് എക്സ്റ്റേണൽ ക്യൂ ടു റിമെമ്പർ. അതാണ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ്. അതും മെഷർ ചെയ്യാനുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പൊ അതില് ഒന്നുള്ളത് പ്രൊസീജിയർ, ഇപ്പൊ എസ്റ്റിമേറ്റഡ് മെമ്മറി സിസ്റ്റം, ഇതൊക്കെ നമ്മൾ തിയറി അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്കെയിൽ MMI കൊണ്ടുവരാൻ മെമ്മറി സോണിക് മെമ്മറി സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ മെയിൻലി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിയറി ബേസ് ചെയ്ത് നമ്മൾ എന്താണ് മെമ്മറി സ്കെയിൽ നമ്മൾ മനസ്സിലാക്കി വിൽക്കണേ എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയത് പ്രൊസീജിയറൽ മെമ്മറി സിസ്റ്റം ആണ്. ഇംപ്ലിസിറ്റ് ആണ് എക്സ്പ്ലിസിറ്റ് ആണെങ്കിലും നമ്മൾ ഇതൊന്ന് മെമ്മറി സിസ്റ്റത്തിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന അവരെ പ്രൊസീജിയറൽ മെമ്മറി. പ്രൊസീജിയർ മെമ്മറി നമ്മൾ എങ്ങനെ കാര്യപ്രാപ്തം, നമുക്ക് എങ്ങനെ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിനാണ് പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. പെർസിസ്റ്റന്റ് റെപ്രസെന്റേഷൻ മെമ്മറി എന്നൊക്കെ പറയുന്നത് ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് അത് സോർട്ട് ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണ്. അതാണ് പെർസിസ്റ്റന്റ് റെപ്രസെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊക്കെ മെമ്മറി ബേസ്ഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊസീജിയറൽ മെമ്മറി, പെർസിസ്റ്റന്റ് മെമ്മറി ഉണ്ട്, അതേപോലെ തന്നെ സിനാറ്റിക് മെമ്മറി സിസ്റ്റം ഉണ്ട്. സിനാറ്റിക് എന്ന് പറഞ്ഞാൽ അതിന്റെ വേർഡ് മീനിങ്, അതിന്റെ മീനിങ്, അതിന്റെ മെയിൻ ചുരുക്കം എന്താണ്, അത് പൊരുൾ എന്താ, അത് ബേസ് ചെയ്തിട്ട് നമ്മൾ മെമ്മറി ഇരിക്കുന്നതാണ്. അതിൽ വർക്കിംഗ് മെമ്മറി, പ്രോസസിംഗ് ഇൻഫർമേഷൻ ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഇറ്റ്. എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത് ഓരോ ഇൻസിഡന്റ് ബേസ് ചെയ്ത് മെമ്മറൈസ് ചെയ്യുന്നത്. റിലേഷൻ ബേസ് ചെയ്തായിരിക്കും മെമ്മറി യൂസ് ചെയ്യുന്നുണ്ടാവുക. പ്രോസ്പെരിക് മെമ്മറി എന്ന് പറയുന്നത് വരാൻ പോണ സംഗതിയെ കുറിച്ചിട്ട് നമ്മൾ പ്ലാൻ ഔട്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഓൾസോ വി നീഡ് സം മെമ്മറി. ഇതിന് റെഫറൻസ് വെച്ചിട്ട് നമ്മൾ എല്ലാ സംഗതിയും പ്ലാൻ ഔട്ട് ചെയ്യില്ല. വെറുതെ കയറിയിട്ട് ഒരു ബൂമിന് ഒരു എന്താ പറയാ, ഒരു ബൂം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എല്ലാ മെമ്മറിയും പെട്ടെന്ന് വരുന്ന സംഗതിയില്ല. അതിന് പ്ലാനിങ് വേണം. ആ പ്ലാനിങ് നമുക്ക് പറഞ്ഞ റെഫറൻസ് ഫ്രം ദ ഒന്നുകിൽ നമുക്ക് ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലിസിറ്റ് നമുക്ക് വേണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ പറഞ്ഞ ഇതൊക്കെയാണ് നമ്മുടെ മെമ്മറി ടെസ്റ്റിന്റെ അകത്ത് ഉണ്ടാവുന്ന കോൺസെപ്റ്റ്സ്. ഒന്നെങ്കിൽ പ്രൊസീജിയർ, പെർസെപ്ഷൻ, സിമാറ്റിക്, വർക്കിംഗ്, എപ്പിസോഡിക് ആൻഡ് പ്രോസ്പെക്റ്റീവ്. അതാണ് മെമ്മറി ബേസ് ചെയ്തില്ല. അതിൽ ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ടെസ്റ്റിന്റെ മെമ്മറി ടെസ്റ്റിൽ 2-3 ജസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് മെൻഷൻ ചെയ്തത്. വലിയ അസസ്മെന്റ്സോ സ്കോറിങ്ങോ കാര്യങ്ങളൊന്നും ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബുക്കിനകത്ത്. അതൊന്നും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മെയിൻ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞ പോകുന്നത് മാത്രമേ ഉള്ളൂ. പിന്നത്തെയാണ് നമ്മൾ നോക്കുന്നത് മെമ്മറി. നമുക്ക് നോക്കാൻ ടെസ്റ്റ് മെമ്മറിയിലകത്ത് ഷോർട്ട് ടേം വേണ്ടിയിട്ട് എല്ലാം നോക്കുന്നത്. ഇതിനകത്ത് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് മെമ്മറീസ് ഓരോ ഏരിയ ഉണ്ട്. അതിന്റെ സാധാരണ ഷോർട്ട് മെമ്മറി നോക്കാനും ലോങ് ടേം മെമ്മറി നോക്കാനും ഓൾറെഡി നമ്മൾ പറഞ്ഞ കണക്ഷൻ ഇല്ലായിരുന്നില്ലേ, ഇതായിരുന്നു മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ,